യാമൽ വൻ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ്. എന്തായാലും നിർണായകമായ ഒരു കൂടിക്കാഴ്ച അല്പസമയം മുൻപ് അവസാനിച്ചിരിക്കുന്നു. അത് കെ.സി. വേണുഗോപാൽ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം രമേശ് ചെന്നിത്തലയുടെ അടക്കം ശരീരഭാഷയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട നമ്മൾ മുൻപ് കൊടുത്ത ആഭ്യന്തര വകുപ്പ് എന്ന വാർത്ത സ്ഥിരീകരിക്കുന്ന നിലയിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വരുന്നത്. കെ.സി. വേണുഗോപാൽ അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു. RC ആഗ്രഹിച്ചത് കിട്ടും എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഇപ്പോൾ ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ നമ്മൾ ആ പ്രതികരണത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചതുപോലെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് തന്നെ ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ, അല്ലേ? ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ മറ്റ് തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അർദ്ധസമ്മതം ഇക്കാര്യത്തിൽ പലതിലും ഉള്ളത്. അത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് ഹാപ്പിയാണോ എന്നായിരുന്നു അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്നും കോൺഗ്രസ് പാർട്ടി പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ, ഹാപ്പിയാണോ എന്ന് എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞതുമില്ല. അപ്പോൾ ഈ മണിക്കൂറുകൾ ചെന്നിത്തല ക്യാമ്പിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു കാര്യമല്ല മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം കൃത്യമായി തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ അടക്കം പ്ലേസ് ചെയ്യണമെന്ന കൃത്യമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടാകുന്ന തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് ഒരു ഹോം പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ മറ്റൊരു ഇപ്പോൾ ഷിബു ബേബി ജോൺ, ഘടകകക്ഷി നേതാവായിട്ടുള്ള ഷിബു ബേബി ജോൺ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം ഷിബു ബേബി ജോണും അതേപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ ദീർഘകാലത്തെ രാഷ്ട്രീയ സൗഹൃദമുള്ള ആളുകളാണ്. ആ രീതിയിൽ ഇപ്പോൾ ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നിത്തലയെ വഴുതക്കാട്ടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ചെന്നിത്തല ഇക്കാര്യത്തിൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പൂർണ്ണ അർത്ഥത്തിൽ ഈ മണിക്കൂറിൽ ഹാപ്പിയാണെന്ന് പറയില്ല. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, TJ വിനോദ്, അതേപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാല, ഇവരിൽ ഒരാൾ അവരെ കൂടി ക്യാബിനറ്റിലേക്ക് എത്തിക്കാനുള്ള നീക്കം അത് ചെന്നിത്തലയെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ലീഗിനിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രഹരം കൂടിയാണ്. അൻവർ സാദത്ത് എന്നുള്ള പേര് ചെന്നിത്തല ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ആ തീരുമാനത്തിലൊക്കെ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ അറിയാം. ഇതിനോടകം തന്നെ കോൺഗ്രസ് പട്ടികയിലുള്ള മന്ത്രിമാരുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം മുതിർന്ന നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യും. അതിനുശേഷം അക്കാര്യത്തിലൊരു തീരുമാനം നമുക്ക് ഒരുപക്ഷെ ഒരു 6 മണിക്ക് മുൻപ് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അനൂപ്, ഷഫീദ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഷിബു ബേബി ജോണിന്റെ അടക്കം കൂടിക്കാഴ്ച കൂടിയാണ്. അതിനോടൊപ്പം തന്നെ മുൻപ് രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ കാര്യം പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് എന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ആവശ്യമാണ്. അത് VD സതീശൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അനുനയം അത് ഏത് നിലയ്ക്കും തയ്യാറാണ് VD സതീശൻ എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റ് അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാർക്ക് ഈ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വെക്കുമ്പോൾ പക്ഷെ അതിന് എത്ര കണ്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും RCയെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കുക എന്ന ആവശ്യം അല്ലെങ്കിൽ ആ ആവശ്യം UDF അംഗീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാമ്പ് രമേശ് ചെന്നിത്തലയ്ക്കപ്പുറം ചെന്നിത്തല ക്യാമ്പ് ഒരു പരിധിവരെ അതിൽ സമ്മതം മൂളാനുള്ള സാധ്യത കൂടിയില്ലേ ഷഫീദ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ രാഷ്ട്രീയമായി ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം 2021 അദ്ദേഹത്തിന് ഒരു നേതൃസ്ഥാനം നഷ്ടമാകുന്നത് ചുണ്ടിനും കപ്പിനും ഇടയിലാണ്. അതേപോലെ തന്നെ 2026 എത്തുമ്പോൾ തനിക്ക് താൻ സീനിയർ മോസ്റ്റ് നേതാവ് എന്ന രീതിയിലുള്ള പരിഗണന മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ തനിക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം അത് ചെന്നിത്തല AICC നേതൃത്വത്തോടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. ഇന്ന് രണ്ടാമത്തേതാകട്ടെ, ചെന്നിത്തല ഇന്നലെ AICC നേതൃത്വത്തോട് അല്ലെങ്കിൽ AICC നേതാക്കളോട് സംസാരിച്ചതും അതേപോലെ തന്നെ കോൺഗ്രസ് KPCC നേതൃത്വത്തോട് സംസാരിച്ചതും അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഈ ഹോം പ്രൊഫൈൽ അല്ലെങ്കിൽ ഹോം പോർട്ട്ഫോളിയോ എന്നതിനപ്പുറത്തേക്ക് അൻവർ സാദത്ത് അടക്കമുള്ള ഏതെങ്കിലും ഒരാളെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ താൻ പിന്നീട് ക്യാബിനറ്റിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ചെന്നിത്തല ഉറച്ചു പറഞ്ഞൊരു കാര്യം. സ്വാഭാവികമായും അത് ചെന്നിത്തലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചെന്നിത്തല വിഭാഗത്തെ സംബന്ധിച്ച് ചെന്നിത്തല ക്യാമ്പിനെ സംബന്ധിച്ച് അവരുടെ ഒരു ശക്തി പ്രകടനം കൂടിയായി മാറും. ഇപ്പോഴും പാർട്ടിക്കകത്ത് തങ്ങൾക്കൊരു സെയ് ഉണ്ട് എന്ന് കൃത്യമായി ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് സ്വാഭാവികമായും ചെന്നിത്തല ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇടപെടൽ അതാണ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആവശ്യം. അതിൽ തന്നെ ഞാൻ നേരത്തെ പലയാവർത്തി സൂചിപ്പിച്ചതുപോലെ ലീഗിനുള്ളൊരു പ്രഹരം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതൊരു രാഷ്ട്രീയ വ്യാഖ്യാനമായി ഇപ്പോൾ മാറുന്നുണ്ട്. കാരണം അൻവർ സാദത്താണ് എത്തുന്നതെങ്കിൽ സാമുദായിക സമവാക്യങ്ങൾ വെച്ചുകൊണ്ട് ലീഗിന് 5-ൽ നിന്ന് 4-ലേക്ക് താഴേക്ക് പോകേണ്ടി വരും. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്നറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.